വർഷക്കാലം കൊണ്ട് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തി ഇനിയും മുന്നോട്ട് പോകുന്നതിനാവശ്യമായിട്ടുള്ള രാജ്യസഭാംഗം മാത്രമായിരുന്ന സുരേഷ് ഗോപി BJPയുടെ നേതാവായിരുന്നല്ലോ. അദ്ദേഹം പോലും 2-3 ഹൈമാസ്റ്റ് ലാമ്പ് നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വോട്ടവകാശം രേഖപ്പെടുത്തി തന്നെ വിജയിപ്പിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന അഭ്യർത്ഥനയുമായി സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം തകൃതിയായി മുന്നോട്ട് പോവുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രചരണം നടക്കുന്ന കഴക്കൂട്ടത്താണ് നമ്മളുള്ളത്. വലിയ വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. പ്രധാന എതിരാളി ഇവിടെ BJP കൂടിയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് നൽകാനുള്ള മറുപടി? 5-10 വർഷത്തിലൊരിക്കൽ ദേശാടന കിളികൾ പറന്ന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ വരുന്നത് പോലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള ജനകീയ മാമാങ്കത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയും 2 മാസക്കാലം ഇവിടെ താമസിക്കുകയും മരണ വീടുകൾ അന്വേഷിക്കുകയും കല്യാണ വീടുകൾ അന്വേഷിക്കുകയും അവിടെ പോവുകയും തൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക മാത്രം ചെയ്തൊരാൾക്ക് ഈ നാട് 10 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു, 10 വർഷത്തിന് ശേഷം എങ്ങനെയാണെന്ന് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. അദ്ദേഹം ഈ നാട്ടുകാരനല്ല, നാട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്നു. ആ കേന്ദ്രമന്ത്രിസ്ഥാനം ഉപയോഗിച്ച് ഒരു മുട്ടുസൂചിയുടെ സഹായം ഈ നാട്ടിന് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനത് മുഴുവൻ അംഗീകരിക്കാം. എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം, ഇപ്പോൾ നമ്മുടെ മണ്ഡലം കുറേ കാലമായിട്ട് അദ്ദേഹം നോട്ടമിട്ട് നടക്കുന്ന മണ്ഡലമാണല്ലോ. ഈ മണ്ഡലത്തിൽ ഒരു തെരുവ് വിളക്ക്, ഒരു മിനി മാസ്റ്റ് ലാമ്പ്, 2 ലക്ഷം ഉറുപ്പിക ചിലവ് വരുന്ന ഒരു മിനി മാസ്റ്റ് ലാമ്പ് സ്ഥാപിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? സുരേഷ് ഗോപി രാജ്യസഭാംഗമായിരുന്നു. അദ്ദേഹം ഇവിടെ 3 ഹൈമാസ്റ്റ് ലാമ്പ് സ്ഥാപിച്ചതായിട്ട് എനിക്കറിയാം. ഇദ്ദേഹം അതും ചെയ്തിട്ടില്ല. ഇദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി നല്ലത് 4 പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ ഒന്ന് കേൾപ്പിച്ചു തരാമോ? അദ്ദേഹം എല്ലാ കാലത്തും 18-ലെ പ്രളയകാലമായിരുന്നാലും 19-ലെ പ്രകൃതി ദുരന്തകാലമായിരുന്നാലും 20 മുതൽ നമ്മൾ നേരിട്ട ആ ദുരിതകാലം, ആ ദുരിതപർവം, കോവിഡ് കാലം, ആ കാലത്തും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് നാവ് തുറന്നിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് NDA പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. CBI അന്വേഷണം വേണമെന്നുള്ളതാണ് അവരുടെ. ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതിൽ ഭയപ്പെടേണ്ട ആളുകൾ ഭയപ്പെട്ടാൽ മതി. ഇന്ന് നടക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത്, നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്നതായിട്ടുള്ള കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അവർ നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന അന്വേഷണമാണ്. അതിനേക്കാൾ വലിയ സുതാര്യമായിട്ടുള്ള അന്വേഷണമൊന്നും CBIക്ക് നടത്താൻ വേണ്ടി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CBI എന്ന് പറയുന്നത് നമ്മൾ ധാരാളമായിട്ട് കേട്ടില്ല. ഇനി CBIയുടെ അന്വേഷണം നടക്കട്ടെ. അവർ അവിടെ പ്രകടനപത്രികയാക്കണ്ട. കേന്ദ്രത്തിന് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അന്വേഷണം പ്രഖ്യാപിച്ചോട്ടെ. അതിന് എനിക്കെന്താ? നമുക്കതിനകത്ത് കാര്യമൊന്നുമില്ല. കുറ്റവാളികൾ ആരായിരുന്നാലും ആരെങ്കിലും പിടിക്കുമ്പോൾ വല്ലാതെ വേവലാതിപ്പെടേണ്ട കാര്യം. ദേവസ്വം ബോർഡുകളൊക്കെ ഉടച്ചു വാർക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനമായും ശബരിമലയും ഗുരുവായൂർ ക്ഷേത്രവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഉടയ്ക്കുകയോ വാർക്കുകയോ ഒക്കെ ചെയ്തോട്ടെ, അതൊക്കെ അവരുടെ കാര്യം. ഉടച്ചു വാർക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും അവർക്ക് കിട്ടണ്ടേ? ഈ കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ്. ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് മാനവികത ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഇത് ഗുജറാത്തല്ല, ഇത് മധ്യപ്രദേശല്ല. ഇവിടെ അടുക്കളയിൽ കയറി എന്ത് വേവിക്കുന്നു എന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരും സമ്മതിക്കുകയില്ല. ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ നാട്ടുകാരാണ്. അതാരെങ്കിലും അങ്ങനെ ഏത് വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമ്മൾ കൂട്ടാക്കില്ല. അതുകൊണ്ട് ഇത് വേറെയാണ്, കേരളം വേറെയാണ്. ആ പരിപ്പങ്ങ് അടുപ്പിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെക്കുന്നതാണ്. കഴക്കൂട്ടത്തുകാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരാം. എവിടെ പോയി വേണമെങ്കിലും ചോദിച്ചു നോക്ക്. അവരുടെ ചങ്കിലാണ് എൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അവർ എൻ്റെ ചങ്കാണ്, ചങ്കിടിപ്പാണ്. വീണ്ടും കഴക്കൂട്ടം LDFനെ തുണയ്ക്കും. ഉറപ്പായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ വിജയിക്കും. ഒരു സംശയം. എല്ലാ വിജയാശംസകളും. കഴക്കൂട്ടത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.